നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം അങ്കടിപ്പദവ് മിയാപദവ് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. UDF ജനപ്രതിനിധികൾ കാസർഗോഡ് പൊതുമരാമത്ത് എഞ്ചിനീയറെ ഉപരോധിച്ചു. പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന K. കൃഷ്ണൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് സുബൈർ ബാപ്പാലിപ്പുനത്തിന്. കേബിൾ TV ഇൻഡസ്ട്രിക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ നാസർ ഹസൻ അൻവറിന്റെ സ്മരണയ്ക്കായി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലിനൊപ്പം മാധ്യമ മേഖലയിൽ മികച്ചവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ട്രസ്റ്റിന്റെ ലക്ഷ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ വാർഷിക അനുസ്മരണ പരിപാടി ജനുവരി 28-29 പട്ടികവർഗ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് ഭാരവാഹികൾ. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സംഗീതം സബരിയാക്കിയ വിഷ്ണുപ്രിയയ്ക്ക് മുംബൈയിൽ നിന്ന് സഹായം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിലെ ജേതാവ് കൂടിയാണ് ഈ മിടുക്കി. വിശദമായ വാർത്തകളിലേക്ക്. മഞ്ചേശ്വരം അങ്കടിപ്പദവ് മിയാപദവ് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF ജനപ്രതിനിധികൾ കാസർഗോഡ് പൊതുമരാമത്ത് എഞ്ചിനീയറെ ഉപരോധിച്ചു. നന്നാക്കാത്ത റോഡ് പരിശോധിക്കുമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മീഞ്ച പഞ്ചായത്തിലെ UDF ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫരീദ സക്കീർ, ഹർഷാദ് വർക്കാടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് എഞ്ചിനീയർ KS രാജനെ ഉപരോധിച്ചത്. ഉപരോധ സമരത്തിൽ മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് ഷുക്കൂർ, സുഹ്ര, ശോഭ സോമപ്പ, ചന്ദ്രാവതി, ഹേമലത, വാഹിദ്, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. നന്നാക്കാത്ത റോഡ് പരിശോധിക്കാമെന്ന എഞ്ചിനീയറുടെ ഉറപ്പിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു. മീഞ്ച പഞ്ചായത്തിലേക്കുള്ള ബസ് യാത്രാ സൗകര്യം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. പ്രമുഖ പത്രപ്രവർത്തകനും കാസർഗോഡ് പ്രസ് ക്ലബിന്റെ സ്ഥാപക നേതാവുമായിരുന്ന K. കൃഷ്ണൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് സുബൈർ ബാപ്പാലിപ്പനം ഏറ്റുവാങ്ങി. K. കൃഷ്ണൻ അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. K. കൃഷ്ണന്റെ പേരിലുള്ള ഒരു അവാർഡാണ് സുബൈർക്ക് നൽകുന്നത്. K. കൃഷ്ണന് ഇവിടെ സണ്ണി പറഞ്ഞതുപോലെ പ്രാദേശിക പത്രപ്രവർത്തനം എന്താണ് എന്ന് തൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാക്കി തന്ന ഒരു പത്രപ്രവർത്തകനായി. K. കൃഷ്ണന് പത്രപ്രവർത്തനം പഠിച്ചത് ആമത് മാഷിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആമത് മാഷ്, K. കൃഷ്ണന്, അതുപോലെ സുബൈർ, ഇവരെല്ലാം ഈ പത്രപ്രവർത്തനത്തിൽ പരസ്പര പ്രേരികളാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ PV ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ട്രഷറർ MO വർഗീസ്, A. അബ്ദുറഹ്മാൻ, സുബൈർ ബാപ്പോലിപ്പനം തുടങ്ങിയവർ സംസാരിച്ചു. TA ഷാഫി അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. പ്രസ് ക്ലബ് സെക്രട്ടറി രവീന്ദ്രൻ രാവണീശ്വരം, വിനോദ് പായം തുടങ്ങിയവർ സംബന്ധിച്ചു. കേബിൾ TV ഇൻഡസ്ട്രിക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ നാസർ ഹസൻ അൻവറിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി COAയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ NH അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ സജീവമായ ഇടപെടലിനൊപ്പം മാധ്യമ മേഖലയിലെ മികവ് പുലർത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി ട്രസ്റ്റിന്റെ ലക്ഷ്യമായിരിക്കും. COAയും അൻവറിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്നാണ് ട്രസ്റ്റിന് തുടക്കം കുറിച്ചത്. സംഘടനാ പ്രവർത്തനത്തിനൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതീവ താൽപര്യവും കൃത്യമായ കാഴ്ചപ്പാടും പുലർത്തിയിരുന്നു നാസർ ഹുസൈൻ അൻവർ. അൻവർ ബാക്കി വെച്ചതിന് തുടർച്ചയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് COA ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സജീവമായ ഇടപെടലിനൊപ്പം തന്നെ മാധ്യമ മേഖലയിൽ മികവ് പുലർത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടിയാണ് ട്രസ്റ്റിന്റെ പ്രാഥമിക ഉദ്ദേശം. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി 16 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ കൊച്ചിയിൽ ചേർന്ന യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. COA ഭാരവാഹികളും NH അൻവറിന്റെ കുടുംബാംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മിറ്റി. സൗത്ത് ഇന്ത്യൻ MSO അലയൻസ് ജനറൽ സെക്രട്ടറി K. ഗോവിന്ദനെ ട്രസ്റ്റിന്റെ ഫൗണ്ടറായി യോഗം തെരഞ്ഞെടുത്തു. ലേക്ക് ഷോർ ഹോസ്പിറ്റൽ CEO അഡ്വക്കേറ്റ് SK അബ്ദുള്ളയാണ് മാനേജിംഗ് ട്രസ്റ്റി. സെക്രട്ടറിയായി KV രാജനെയും ട്രഷററായി KCCL ചെയർമാൻ അബൂബക്കർ സിദ്ദീഖിനെയും തെരഞ്ഞെടുത്തു. NH അൻവറിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കെ
അന്തരിച്ച NH അൻവറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി NH അൻവറിൻ്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കാനും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ല ആളുകളെ കണ്ടെത്തി ആദരിക്കുവാനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന മറ്റ് സാമ്പത്തിക സാമൂഹികമായിട്ട് സംരക്ഷണം ആവശ്യപ്പെടുന്ന ആളുകളെയൊക്കെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കാനാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളും NH അൻവറിൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഒത്തുചേർന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രഥമ യോഗത്തിൽ ഇന്ന് തീരുമാനമെടുത്തത്. COA അൻവറിൻ്റെ മെമ്മോറിയലായിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്താൻ തുടങ്ങിയെന്ന് അറിഞ്ഞതിൽ കുടുംബാംഗങ്ങളുടെ നിലയ്ക്ക് നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അൻവറിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടിയും അൻവർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താനുള്ള COAയുടെ ആ പ്രതിബദ്ധത കാണുമ്പോൾ നമുക്ക് അങ്ങേയറ്റം കൃതാർത്ഥതയുണ്ട്. അതിന് കുടുംബാംഗങ്ങളുടെ നിലയ്ക്ക് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അത് മുഴുവനും ഞങ്ങൾ കുടുംബാംഗങ്ങളുടെ നിലയ്ക്ക് ചെയ്യും. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും ശ്രീ അൻവർ പ്രതീക്ഷിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ആശയങ്ങളും പൂർത്തീകരിക്കുക എന്ന ദൗത്യം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഏറ്റെടുത്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ മറ്റ് കുറേ കൂടി സജീവമായ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് ഒരു ട്രസ്റ്റിന് രൂപം നൽകിയിരിക്കുകയാണ്. ഈ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം വിഭാവനം ചെയ്തിരുന്ന മാധ്യമരംഗത്തും അതുപോലെ തന്നെ ദുർബല ജനവിഭാഗങ്ങളെയും സഹായിക്കത്തക്ക രീതിയിലുള്ള പുതിയ പദ്ധതികൾ, പുതിയ ആശയങ്ങൾ, ആവിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുക എന്ന ദൗത്യമാണ്. അതാണ് ഈ ട്രസ്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ട്രസ്റ്റ് രൂപീകരണത്തിന്റെ ഭാഗമായി NH അൻവറിന്റെ ഓർമ്മദിനമായ മെയ് 7-ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനും ധാരണയായി. COA സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന രൂപീകരണ യോഗത്തിൽ COA നേതാക്കളും NH അൻവറിന്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണാ സമരം BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ മിനിമം ചാർജ് വർദ്ധിപ്പിക്കുക, RT ഓഫീസുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഫീസ് തുടങ്ങിയവയുടെ ഭീമമായ നിരക്ക് വർധന പിൻവലിക്കുക, സംസ്ഥാന സർക്കാർ ഈടാക്കുന്ന അധിക നികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ജില്ലാ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ധർണാസമരം BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസമാണ് വൈകിയതെങ്കിൽ 1500 രൂപ നിങ്ങൾ ഫൈനായി കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഫൈനുകളും 100% കണ്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചില വാഹനങ്ങൾ ഓട്ടാൻ ഗതിയില്ലാതെ വരുന്ന സമയത്ത് കട്ടപ്പുറത്ത് കയറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. ആ കട്ടപ്പുറത്ത് ഒരു വാഹനം കയറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ നമുക്ക് ഒരു അദാലത്ത് വരുന്ന സമയത്ത് ഇന്നിപ്പോൾ ഈ മാസം മുതൽ നമ്മുടെ RTO കേരളത്തിൽ അദാലത്തുകൾ നടത്തുകയാണ്. അതുപോലെ അദാലത്തുകളിൽ ചില കുറച്ച് ഫൈനടച്ച് നമുക്ക് ആ വാഹനം കണ്ടം ചെയ്ത് വിൽക്കാൻ വേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനി മുതൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഇനി ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒരു വാഹനം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം ഇനി കണ്ടം ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ വാഹനത്തിന്റെ RTO ഓഫീസ് ആ RTO അധികാരി ഒരു എഴുത്തയക്കുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. നവീൻ എസ് മാന്യ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ നേതാക്കളായ A. വിശ്വനാഥൻ, K. നാരായണ, A. കേശവ, K. രതീഷ്, അനിൽ B. നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് അരവിന്ദൻ, K. കുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ വാർഷിക അനുസ്മരണ പരിപാടിയും നാട്യാചാര്യ പുരസ്കാര സമർപ്പണവും പരവനടുക്കം മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 28, 29 തീയതികളിലായി നടക്കും. പട്ടികവർഗ വകുപ്പിന്റെ സഹകരണത്തോടു കൂടിയാണ് പരിപാടിയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികവർഗ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന പരിപാടികൾ ഡോക്ടർ AM ശ്രീധരന്റെ അധ്യക്ഷതയിൽ ഉദുമ MLA K. കുഞ്ഞിരാമൻ ജനുവരി 29-ന് വൈകുന്നേരം പരവനടുക്കം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. NA നെല്ലിക്കുന്ന് MLA പുരസ്കാര സമർപ്പണം നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട്യരത്നം കണ്ണൻ പാട്ടാളി ആശാന്റെ പേരിലുള്ള ഈ വർഷത്തെ നാട്യാചാര്യ പുരസ്കാരം TT കൃഷ്ണന് ആണ്. നാട്യാചാര്യ പുരസ്കാരത്തിന് പുറമെ ആശാന്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക പുരസ്കാരവും കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ നൽകി വരുന്നുണ്ട്. ഈ പ്രത്യേക പുരസ്കാരം ഈ വർഷം കാസർഗോഡ്
സ്വദേശിയായിട്ടുള്ള വാസുദേവ കുണ്ട്ലായർക്കാണ്. 29-നാണ് പ്രധാന പരിപാടികൾ നടക്കുക. പരവനടുക്കത്തെ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ ട്രസ്റ്റ് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ കെ കുഞ്ഞിരാമൻ MLA പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. നേരത്തെ പറഞ്ഞ 2 പുരസ്കാരങ്ങളും നൽകുന്നത് കാസർഗോഡിൻ്റെ MLA ആയിട്ടുള്ള എന്നെ നെല്ലിക്കുന്നാണ്. ഡോക്ടർ വി ജയരാജൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും. ജില്ലാ കളക്ടർ ജീവൻ ബാബു മുഖ്യാതിഥിയായിരിക്കും. ചടങ്ങിനോടനുബന്ധിച്ച് കല്ലടിക്കോടൻ ചിട്ടയെ അടിസ്ഥാനമാക്കി സന്തോഷ് പനയാൽ രചിച്ച കല്ലടിക്കോടൻ കഥകളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ AM ശ്രീധരൻ, സന്തോഷ് പനയാൽ, കെ സതീശൻ നമ്പ്യാർ, PV ഭാസ്കരൻ, മാധവൻ പട്ടാളി തുടങ്ങിയവർ പങ്കെടുത്തു. എൻഡോസൾഫാൻ രോഗബാധിതയായ കാറടുക്കയിലെ വിഷ്ണുപ്രിയയ്ക്ക് മുംബൈയിൽ നിന്ന് സഹായമെത്തി. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സംഗീതം സബരിയാക്കിയ വിഷ്ണുപ്രിയ സംസ്ഥാന സ്കൂൾ കലോത്സവം ശാസ്ത്രീയ സംഗീത മത്സരത്തിലെ 1ാം സ്ഥാന ജേതാവ് കൂടിയാണ്. എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനി തന്നെ ഇരുട്ടിലാക്കിയെങ്കിലും സംഗീതമെന്ന വെളിച്ചം വിഷ്ണുപ്രിയയ്ക്ക് താങ്ങായി മാറി. ഹൃദ്രോഗബാധിതനായ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ വിഷ്ണുപ്രിയയാണ് ഏക ആശ്രയം. പഠനത്തോടൊപ്പം ക്ഷേത്രങ്ങളിൽ സംഗീത കച്ചേരി നടത്തിയാണ് വിഷ്ണുപ്രിയ മാതാപിതാക്കളെ സഹായിക്കുന്നത്. കാറടുക്ക VHCയിലെ വിദ്യാർത്ഥിനിയാണ് വിഷ്ണുപ്രിയ. ഇവരുടെ അവസ്ഥ അറിഞ്ഞതിനു ശേഷം PK ശ്രീമതി MPയുടെ സഹോദരൻ PK നമ്പ്യാർ, നമ്പ്യാരുടെ സുഹൃത്ത് നവാസ് എന്നിവർ ഓരോ മാസവും 1000 രൂപ വീതം ഇവർക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു. വിദ്യാനഗർ CPIM ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിഷ്ണുപ്രിയയ്ക്ക് ആദ്യ ഗഡു PK ശ്രീമതി MP കൈമാറി. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, P കരുണാകരൻ MP തുടങ്ങിയവർ സംസാരിച്ചു. എനിക്കൊരു വലിയ പാട്ടുകാരിയാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് എല്ലാവരും ഇങ്ങനെ സഹായിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. എല്ലാവരും നന്ദിയുണ്ട്. കാസർഗോഡ് സെക്ഷനു കീഴിലുള്ള പെരുമ്പള കപ്പനടുക്കത്തെ ഗോവിന്ദയുടെ വീട് വൈദ്യുതീകരിച്ച് കാസർഗോഡ് സെക്ഷൻ ജീവനക്കാർ മാതൃകയായി. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായാണ് നിർധനരായ ഈ കുടുംബത്തിന് വൈദ്യുതി ലഭിച്ചത്. വയസ്സായ അച്ഛനും ശാരീരികവും മാനസികവുമായി സുഖമില്ലാത്ത മകളും കുടുംബവും താമസിക്കുന്ന ഇവരുടെ വീട് വയറിംഗ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതുവരെയും വൈദ്യുതീകരിക്കാനാകാത്തത്. ഇതേ തുടർന്നാണ് സെക്ഷൻ ജീവനക്കാർ ചേർന്ന് വീട് വയറിംഗ് പൂർത്തീകരിച്ചത്. തുടർന്ന് സമ്പൂർണ്ണ വൈദ്യുതീകരണ സ്കീമിൽപ്പെടുത്തി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഇവരുടെ വീട് വൈദ്യുതീകരിച്ചു. കാസർഗോഡ് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ തോമസ് രാജ്കുമാർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഈ വിധമുള്ള ഒരു കാരുണ്യ പ്രവർത്തനം കൂടുതലായിട്ട് കണ്ടത് ഈ പ്രദേശങ്ങളിലാണ്, ഈ നോർത്തേൺ മലബാർ ജില്ലകളിലാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരുണയുണ്ട്, സ്നേഹമുണ്ട്. ഇത് എന്തായാലും ഇനിയും തുടരുക. ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ, ഈ കുടുംബത്തിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ കാസർഗോഡ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നാഗരാജ് ഭട്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുരളീധരൻ, സബ് എഞ്ചിനീയർമാർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭരണകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പക്ഷപാതപരമായ നിലപാടിൽ പ്രതിഷേധിച്ച് BJP മാർച്ച് സംഘടിപ്പിച്ചു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. BJP മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിന്റെ ഭരണകക്ഷിയിൽപ്പെട്ട നേതൃത്വവും ഒരു അച്യുതണ്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അഴിമതിയാണ് കാട്ടുന്നത്. ഈ അഴിമതി ഭരണം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ അഴിമതി കൂടുതൽ സമയം അനുവദിച്ചാൽ ഈ നാട്ടിന്റെ പൊതുഖജനാവ് പൂർണ്ണമായിട്ട് കൊള്ളയടിക്കുന്ന സമീപനമാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതിന്റെ നിലപാടെന്ന് പറയുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നുള്ളതാണ്. ഫണ്ട് വിനിയോഗത്തിലെ പക്ഷപാതപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനം നൽകി. പരിപാടിയിൽ BJP സംസ്ഥാന സമിതി അംഗം രവീശ തന്ത്രി കുണ്ടാർ, വിജയകുമാർ റായ്, ഹരീഷ് നാരമ്പാടി, സമ്പത് കുമാർ, ഹർഷവർദ്ധൻ, പ്രമീള മജൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ദേശീയ സംഘടനയായ സക്ഷമയുടെ കാസർഗോഡ് ജില്ലാ പ്രഥമ സമ്മേളനം ജനുവരി 29-ന് കുഡ്ലു ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
കുഡ്ലു ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂളിൽ നടക്കുന്ന പരിപാടി മഹാബലറയുടെ അധ്യക്ഷതയിൽ മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാലതി സുരേഷ് ഉദ്ഘാടനം ചെയ്യും. മധൂർ ദീൻദയാൽ ബഡ് സ്കൂളിന് സക്ഷമ നൽകുന്ന വീൽചെയർ വിതരണം ജില്ലാ കളക്ടർ ജീവൻ ബാബു IAS നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ സംഘടനയായ സക്ഷമയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം 2017 ജനുവരി 29 ഞായറാഴ്ച 9 മണി മുതൽ ശ്രീ ഗോപാലകൃഷ്ണ ഹൈസ്കൂൾ കുഡ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. ഈ പരിപാടിയിൽ വെച്ച് വികലാംഗരായ ആളുകളുടെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒപ്പം അതിന് പരിഹാരങ്ങൾ തേടാനും ആലോചിക്കുകയാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മാലതി സുരേഷ് അവർകളാണ്. ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കലക്ടർ ജീവൻ ബാബു സാർ പങ്കെടുക്കും. ഒപ്പം മധൂർ ദീൻദയാൽ ബഡ് സ്കൂളിന് വേണ്ടി വീൽചെയർ വിതരണം, സക്ഷമ നൽകുന്ന വീൽചെയറിൻ്റെ വിതരണം കൂടി അദ്ദേഹം നിർവഹിക്കുന്നതായിരിക്കും. ഭിന്നശേഷിക്കാരായ കലാകാരന്മാരെ ചടങ്ങിൽ ആദരിക്കും. ഭിന്നശേഷിക്കാരുടെ വിവിധ പ്രശ്നങ്ങളും പരിഹാരങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മഹാബലറായ്, S. കുമാർ, ജനാർദ്ദന V, വേണുഗോപാൽ B, ചന്ദ്രഹാസ മസ്താർ, ഗോപാലകൃഷ്ണ കുട്ലു, അശോക് നായക് കുട്ലു തുടങ്ങിയവർ സംബന്ധിച്ചു. ജനുവരി 13 ആരംഭിച്ച മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫെസ്റ്റിവലിന്റെ ആദ്യ വീക്കിലി നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നു. റിട്ടയർഡ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഹബീബ് റഹ്മാൻ ആദ്യ വീക്കിലി നറുക്കെടുപ്പും സെയിൽസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയരാജൻ വിജയിയും അനൗൺസ് ചെയ്തു. ജനുവരി 13 ആരംഭിച്ച മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫെസ്റ്റിവലിന്റെ ആദ്യ വീക്കിലി നറുക്കെടുപ്പ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാസർഗോഡ് ഷോറൂമിൽ വെച്ച് റിട്ടയർഡ് DYSP ഹബീബ് റഹ്മാൻ നിർവഹിച്ചു. Final number 4. സെയിൽസ് ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയരാജൻ വിജയിയെ അനൗൺസ് ചെയ്തു. ചടങ്ങിൽ അൻവർ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ അയൽക്കൂട്ട നവീകരണത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പയിൻ ദിശ 2017 പ്രത്യേക അയൽക്കൂട്ട യോഗം ജനുവരി 28 ജില്ലയിൽ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തെ സമയബന്ധിതമായി നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2017 ജനുവരി 1 മുതൽ 31 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ കുടുംബശ്രീ CDS തലത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നഗരസഭയിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളും പ്രത്യേക യോഗങ്ങൾ ജനുവരി 28 സംഘടിപ്പിച്ച് അവരുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവകേരള മിഷൻ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അത് കുടുംബശ്രീ മുഖേന എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ ചർച്ച ചെയ്ത് അതിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 28-ാം തീയതി കേരളത്തിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ആ ഒരു ദിവസം സ്പെഷ്യൽ അയൽക്കൂട്ട യോഗം ചേരുകയാണ്. ആ യോഗത്തിലാണ് സ്വയം വിലയിരുത്തൽ ഒരു ഗ്രേഡ് ചെയ്യുന്ന, അവർ സ്വയം ഗ്രേഡ് ചെയ്യും. മറ്റു നവകേരള മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ അതിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് മെമ്പർ ബേബി ബാലകൃഷ്ണൻ, അബ്ദുൾ മജീദ് ചെമ്പരിക്ക, രേഷ്മ, അബ്ദുൾ ഹക്കീം, ശ്രീപ്രഭ തുടങ്ങിയവർ പങ്കെടുത്തു. തലപ്പാടി RT ഓഫീസിനു മുൻവശത്തെ നാഷണൽ ഹൈവേയിൽ തകരാറിലായ ലോറി യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഇതേ സ്ഥിതി തുടരുകയാണ്. അധികാരികൾ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് ചരക്കുമായി വന്ന ലോറിയാണ് തലപ്പാടിയിലെത്തിയപ്പോൾ തകരാറുകൾ മൂലം ഹൈവേയിൽ നിർത്തിയിട്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈവേയിൽ ലോറിയുടെ പാർക്കിംഗ് മറ്റു യാത്രക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെങ്കിലും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അധികാരികൾ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം 27 കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും. ഹോസ്ദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ജില്ലാതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം 27 കാഞ്ഞങ്ങാട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചു. ഹോസ്ദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. DDE സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു. മഹമ്മൂദ് മുറിയനാവി അധ്യക്ഷനായി. എൽ സുലൈഖ, ഭാഗീരഥി, ഉണ്ണികൃഷ്ണൻ,
റംഷീദ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിഇഒ പ്രകാശ് കുമാർ സ്വാഗതം പറഞ്ഞു. ആധുനിക ഭക്ഷ്യോൽപാദന രീതികൾ സംരംഭകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി കാഞ്ഞങ്ങാട്ട് ഭക്ഷ്യ സാങ്കേതിക ശില്പശാലയ്ക്ക് തുടക്കമായി. കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ദ്വിദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഒരു ചെറുകിട വ്യവസായം സാധാരണയായി തുടങ്ങുന്നത് കയ്യിൽ കുറച്ച് കാശും മറ്റുള്ളവൻ ചെയ്യുന്നത് കൊണ്ട് അത് തന്നെ എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയായിരിക്കും മിക്കവാറും ഒരു സ്ഥാപനം തുടങ്ങുന്നത്. ഹോട്ടൽ വ്യവസായവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളായിരിക്കും കുറച്ച് കാശ് ഉണ്ടായി മറ്റുള്ളവൻ ചെയ്യുന്നത് കണ്ട് എനിക്കും അത് ചെയ്യാൻ കഴിയും എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുകയും 6 മാസം കൊണ്ട് ആ സ്ഥാപനം കൂട്ടി അയാൾ എന്നത്തേക്കും ഉയർന്നു വരാൻ കഴിയാത്ത വിധത്തിലുള്ള കടക്കാരനായി പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് എനിക്ക് പറ്റുമോ എന്നുള്ളത് ഇത്തരത്തിലുള്ള വേദികളിലേക്കൂടെ അതിലെ എക്സ്പേർട്ടിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുന്ന വ്യവസായ സംരംഭം എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ADMP അംബുജാക്ഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ എൽ സുലേഖ അധ്യക്ഷയായി. ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യസുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ N ആനന്ദവല്ലി വിഷയാവതരണം നടത്തി. നഗരസഭാ കൗൺസിലർ HR ശ്രീധരൻ, KT സുഭാഷ് നാരായണൻ, D രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ച് ഓൾ ഇന്ത്യ ഫെഡറൽ ബ്ലോക്ക് സോഷ്യലിസ്റ്റ് പാർട്ടി തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി ചന്തേരിയിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പുളകമണിയിച്ച വ്യക്തിത്വമാണ് നേതാജിയെന്ന് അനുസ്മരണം. രാജ്യത്തിനു വേണ്ടി സ്വന്തം പ്രാണൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 120ാം പിറന്നാൾ ദിനമായിരുന്നു ജനുവരി 23. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സായുധ സമരത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിച്ച് പ്രവർത്തിച്ച ആ ധീരദേശാഭിമാനി രക്തം തരൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ് ഇന്ത്യൻ യുവതയുടെ ആവേശമായി മാറിയിരുന്നു. ഓൾ ഇന്ത്യ ഫെഡറൽ ബ്ലോക്ക് സോഷ്യലിസ്റ്റ് പാർട്ടി തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച നേതാജി ജന്മദിന അനുസ്മരണ ദിനാചരണം ചന്ദേര ഗവൺമെന്റ് UP സ്കൂൾ പരിസരത്ത് പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. A ഭരതൻ പിലിക്കോട് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം TV നളിനി, മലബാർ വികസന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് തോമസ് എന്നിവർ സംസാരിച്ചു. KT രാധാകൃഷ്ണൻ സ്വാഗതവും P കമലാക്ഷൻ നന്ദിയും പറഞ്ഞു. ജന്മദിന അനുസ്മരണത്തിന്റെ ഭാഗമായി പായസ വിതരണവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരം അങ്കടിപ്പതിവ് മിയാപതിവ് റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം. UDF ജനപ്രതിനിധികൾ കാസർഗോഡ് പൊതുമരാമത്ത് എഞ്ചിനീയറെ ഉപരോധിച്ചു. പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന K കൃഷ്ണൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. പ്രാദേശിക പത്രപ്രവർത്തക അവാർഡ് സുബൈർ ബാപ്പാലിപ്പുനത്തിന്. കേബിൾ TV ഇൻഡസ്ട്രിക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ നാസർ ഹസൻ അൻവറിന്റെ സ്മരണയ്ക്കായി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലിനൊപ്പം മാധ്യമ മേഖലയിൽ മികച്ചവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതും ട്രസ്റ്റിന്റെ ലക്ഷ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന്റെ വാർഷിക അനുസ്മരണ പരിപാടി ജനുവരി 28, 29 പട്ടികവർഗ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് ഭാരവാഹികൾ. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സംഗീതം സബരിയാക്കിയ വിഷ്ണുപ്രിയയ്ക്ക് മുംബൈയിൽ നിന്ന് സഹായം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിലെ ജേതാവ് കൂടിയാണ് ഈ മിടുക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.